എംസാൻ്റെ ലോബികളാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. ഓല് പൈസ സർക്കാരിന് കൊടുക്കും, അപ്പോൾ അത് വിജയിക്കൂല. അതാണ് ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കേസൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. കേസ് വന്നിട്ടുണ്ട്, കാപ്പവരായിട്ടുണ്ട്. അത് 5 കേസ് ആയി കഴിഞ്ഞാൽ കാപ്പ ചമത്തും. 5 കേസിൻ്റെ മുകളിലായി. എന്നിട്ട് ഇപ്പം പത്രമാധ്യമങ്ങളിലൂടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തറിയോ, മണൽ വാരാൻ പാസ് അനുവദിക്കുമെന്നാണ് പറയുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതിൻ്റെ അധികാരം കൊടുക്കുന്ന പറയുന്നത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല, കാരണം സുപ്രീം കോടതി കിടക്കുന്ന കാര്യങ്ങളാണ്. വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനെപ്പറ്റി ജീവിതമാർഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. സംസ്ഥാനത്തെ നദികളിൽ നിന്നുള്ള മണൽ വാരൽ ഈ വർഷം തന്നെ പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അറിയിച്ചു. മാർച്ച് അവസാനത്തോടെ കടലുണ്ടി, ചാലിയാർ എന്നീ നദികളിലെ മണൽ ഖനനം ആരംഭിക്കുകയാണ്. മണൽ വാരൽ പുനരാരംഭിക്കുമ്പോൾ കേരളത്തിലെ പുഴകളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. നമുക്ക് ഒരുപാട് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബം ഒരു 25ഓളം വർഷമായിട്ട് ഒരുപാട് കുടുംബങ്ങൾ അതുമായി ജീവിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു. അതിൽ പിന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയും സർക്കാരും അതിന് കർശനമായൊരു നിലപാട് സ്വീകരിച്ചു. ആ മണൽ വാരരുത്, പ്രകൃതിക്ക് ദോഷമാണ്, അത് ഭൂമി ശുദ്ധജലത്തെയും കുടിവെള്ളത്തെയും ഒക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് സുപ്രീം കോടതി എന്ത് ചെയ്തു, തൽക്കാലം അത് സ്റ്റേ ചെയ്തു, പാടില്ല പറഞ്ഞു. കടവുകളൊക്കെ അനുവദിക്കപ്പെട്ട കടവുകളൊക്കെ തന്നെ പൂട്ടി. എന്നിട്ട് ഇപ്പം പത്രമാധ്യമങ്ങളിലൂടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തറിയോ, മണൽ വാരാൻ പാസ് അനുവദിക്കുമെന്നാണ് പറയുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതിൻ്റെ അധികാരം കൊടുക്കുന്ന പറയുന്നത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല, കാരണം സുപ്രീം കോടതി കിടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കരിഞ്ചന്തയിലും കള്ളക്കടത്തിലൂടെയും മണൽ ഇവിടുന്ന് പോകുന്നുണ്ട്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതിൻ്റെ വരുമാനം കിട്ടുന്നില്ല. അപ്പം ഇത് പാസ് കൊടുത്തിട്ട് വരികയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അതിൻ്റെ വരുമാനവും നാട്ടിൽ അത് ഒരു ഉപജീവന മാർഗവുമായി തൊഴിലാളികൾക്ക് ഉപകാരപ്പെടും. കാരണം ഇത്രയും വണ്ടികൾ ഇവിടെ ഇങ്ങനെ നിൽക്കണമല്ലോ, അതൊക്കെ പണിയില്ലാത്തതിൻ്റെ കാരണമാണ്. അപ്പം ഇവിടെ പണിയുണ്ട്, പിന്നെ മണൽ പണി തുടങ്ങിയാൽ കൂടുതൽ ആൾക്കാരും ഇവിടെ മണൽപ്പണി ടാപ്പിങ്ങുകാരാണ്. ടാപ്പിങ്ങിന് പോകണമല്ലോ, ടാപ്പിങ് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷ ഇറങ്ങണേ. അതേമാതിരി മണൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേ ചെറുപ്പക്കാർക്ക് അങ്ങനെ ഒരു പണി കിട്ടും. ആ കടകൻ എന്ന് പറഞ്ഞ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കണം. ഇവിടെ പിന്നെ നിലമ്പൂർ പിന്നെ കോടതി പടിക്ക് വെച്ചുകൊണ്ടാണ് സ്റ്റേഷൻ്റെ ഷൂട്ടിങ്ങൊക്കെ, അതൊക്കെ കണ്ടിരുന്നു. മമ്പാട്ടാർക്ക് അനുകൂലമായിട്ടും വരും വിചാരിക്കണേ. മമ്പാട് പോലീസ് സ്റ്റേഷനല്ല കൊടുത്തിക്കണത്, അങ്ങനെ വരും വിചാരിക്കുക. മണലെന്താ നമ്മൾ കോരിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ, അതോ പഞ്ചായത്ത് ഇത് നിയമപ്രകാരമായിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് ബുദ്ധിമുട്ടും കാര്യമില്ലാതെ അങ്ങനെ പോകും. അങ്ങനത്തൊക്കെ തന്നെ ഉള്ളൂ കാര്യമായിട്ട്. വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിനെപ്പറ്റി ജീവിതമാർഗമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകും. ഈ വിധി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പോൾ പാസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 മാസമേ കൊടുക്കൂ. 4 മാസം ഒരു 10 ദിവസം അവർ തരുള്ളൂ. ഈ 10 ദിവസത്തിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഇവിടെ തോണിയില്ല, അതൊന്നുമില്ല. ഈ 10 ദിവസത്തിന് പണിക്കും വേണ്ടിയിട്ട് ആരും 1.5 ലക്ഷം റുപ്യ 2 ലക്ഷം റുപ്യ കൊടുത്തിട്ട് തോണി തരില്ല, കൊണ്ടുവരില്ല. കയറി വന്ന ഈ ജൂണ് വരെ ഈ പാസ് മുന്നോട്ട് പോകുള്ളൂ, അതിൻ്റെ മേലേക്ക് പോകില്ല. പിന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ഇത് കൊടുക്കുമെന്നുള്ള കാര്യം വളരെ സംശയമാണ്. അപ്പോൾ ഇതിനായിട്ട് ആരും നിൽക്കില്ല, എവിടെയെങ്കിലുമൊക്കെ ചെറിയൊരു പണി അത്ര തന്നെ ഉണ്ടാവുള്ളൂ തോന്നി. അത് മമ്പാട് കയറി ഏറ്റവും കൂടുതൽ നടക്കുക, പിന്നെ ഇടവണ്ണ ഒതായിയൊക്കെ. ഇവിടെ ഏരിയയിലൊന്നും നടക്കാൻ ചാൻസ് ഇല്ല. ബുദ്ധിമുട്ടിയിട്ടുണ്ട്, കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ലേസം ടൈറ്റ് ആയത് കാരണം കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ വേറെ പണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇല്ല, ഇപ്പോൾ ഭയങ്കര കുറവാണ്. ഇവിടെ ഭയങ്കര റിസ്ക്കാണ്. കേസൊക്കെ ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. കാപ്പവരായിട്ടുണ്ട്. അത് 5 കേസ് ആയി കഴിഞ്ഞാൽ കാപ്പ ചമത്തും. 5 കേസിൻ്റെ മുകളിലായി. തൃശ്ശൂർ DIGൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞാൻ ലേസൊരു അസുഖമുള്ള ആളാണ്, അപ്പോൾ എനിക്ക് ചെറിയ ഇത് തന്നു. അപ്പോൾ 6 മാസം ഇവിടെ നിലമ്പൂർ സർക്കണ്ടോ ഇത് അവിടെ ചെന്നവിടെ ഒപ്പിടണം. അതിപ്പോൾ കഴിഞ്ഞ ഡിസംബറോടുകൂടി കഴിഞ്ഞു. ഇപ്പോൾ ഫ്രീ ആണ്. ഇപ്പോൾ സ്കൂൾ വണ്ടി, ഓട്ടോറിക്ഷ, ഗുഡ്സായിട്ട് മുന്നോട്ട് പോകണം. എംസാൻ്റെ ലോബികളാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. ഓല് പൈസ സർക്കാരിന് കൊടുക്കും, അപ്പോൾ അത് വിജയിക്കൂല. അതാണ് ഇപ്പോൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അല്ലെങ്കിൽ മാസം പാസ് കൊടുക്കുകയാണെങ്കിൽ കുറേ കുടുംബം
കൊഞ്ഞി കൂടിയിട്ട് പോകും. എന്നാൽ ഈ ബ്ലാക്ക് മണൽ കൂടുതൽ ഒഴിവായി കിട്ടും. ബ്ലാക്ക് മണൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചോരയാണ്, അത് അയക്കണമില്ല. അതിന് ഇവിടുന്ന് പൊതുവേ പണി കമ്മിയാണ്, സാധനങ്ങൾക്ക് പെരുമ്പല്ല. അങ്ങനത്തെ പണികൾ ഈ പാസ് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഉപകാരമാണ്.